Hi, welcome to this new video. എൻ്റെ പേര് അജയ്. I am a second year med student from Government Medical College Idukki. Hello and welcome to my channel. And ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്റ്റൽ ടൂറിനെ കുറിച്ചാണ്. മെൻസ് ഹോസ്റ്റൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിനെ കുറിച്ചായിരിക്കത്തുള്ളൂ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽസ് കണ്ടിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇവിടത്തെയും ഹോസ്റ്റൽ ആദ്യം. പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സും ഞങ്ങളും കുറച്ച് നാളത്തേക്ക് സമരം ചെയ്തു. സീനിയേഴ്സ് ഞങ്ങളെ വരുന്നതിന് മുന്നേ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അവർക്ക് ഹോസ്റ്റലേ ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ ഇല്ലാഞ്ഞിട്ടും അവർക്ക് ഫസ്റ്റ് ഇയറിൽ ഭയങ്കര റിസൾട്ട് ആയിരുന്നു, നല്ല റിസൾട്ട് ആയിരുന്നു സീനിയേഴ്സിന് എല്ലാവർക്കും. ഹാറ്റ്സ് ഓഫ് ടു ദം ആൻഡ് ദേ ഹാർഡ് വർക്ക്. സോ ബേസിക്കലി ഞാൻ ഫസ്റ്റ് ഇയർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ഹോസ്റ്റലൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഹോസ്റ്റലായിട്ട് തന്നിരുന്നത്. അത് ആദ്യം കണ്ടപ്പോൾ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കുറെ നാൾ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പുതിയ ഹോസ്റ്റലിലോട്ട് മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. നോക്കുമ്പോൾ പുതിയ ഹോസ്റ്റലിൽ കുറെ കൂടി ഫെസിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ബേസിക്കലി ബോയ്സിന്റെ ഹോസ്റ്റൽ ആദ്യം പണി ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരുന്നു. ലേഡീസ് ഹോസ്റ്റൽ ഒട്ടും പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. സോ ലേഡീസിന്റെ നമ്പർ കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലായിരുന്നു നിന്നത്. ബോയ്സ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലായിരുന്നു ആൻഡ് ഗേൾസിന് MHലായിരുന്നു ഹോസ്റ്റൽ കൊടുത്തിരുന്നത്. ഇത് കഴിഞ്ഞ് ലേഡീസ് ഹോസ്റ്റൽ ശരിയായപ്പോഴേക്കും ദേ ഷിഫ്റ്റഡ് ടു ദി ന്യൂ ലേഡീസ് ഹോസ്റ്റൽ ആൻഡ് ഞങ്ങൾക്ക് MH തന്നു. ഒരു റൂമിൽ 3 അല്ലെങ്കിൽ 4 എന്നുള്ള രീതിയിലാണ് ബോയ്സ് നിൽക്കുന്നത്. ആൻഡ് ലേഡീസ് ഹോസ്റ്റലും ഏകദേശം സിമിലർ ഫെസിലിറ്റീസ് ഒക്കെ തന്നെയാണ് ലേഡീസ് ഹോസ്റ്റലിൽ ഉള്ളത്. കുറച്ചും കൂടി കൂടുതൽ റൂംസ് ഉണ്ട്, കാരണം ദേ ഹാവ് ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു അക്കോമഡേറ്റ് ഇൻ ദാറ്റ് ഹോസ്റ്റൽ, റൈറ്റ്? സോ അവർക്ക് കുറച്ചും കൂടി റൂംസ് കൂടുതലായിരിക്കത്തുള്ളൂ ആൻഡ് 4 പെർ റൂം ആയിരിക്കുള്ളൂ അവിടെ. ബോയ്സ് ഹോസ്റ്റലിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റലിന്റെ സൈറ്റ് തൊട്ടടുത്താണ് ഡാം ഉള്ളത്. അതും ചെറുതോണി ഡാം ഉള്ളത് തൊട്ട് ഫ്രണ്ടിൽ, നമ്മുടെ ഡാമിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ഹോസ്റ്റൽ ഉള്ളത്. സോ ദിസ് ഇസ് എ ന്യൂ മെൻസ് ഹോസ്റ്റൽ ഓഫ് മെഡിക്കൽ കോളേജ് ഇടുക്കി ആൻഡ് ഓരോ ബാച്ചസും സെപ്പറേറ്റ് ഫ്ലോർസിലാണ്. ദിസ് ഹോസ്റ്റൽ ഇസ് എ 20-minute വാക്കവേ ഡിസ്റ്റൻസ് ഫ്രം ചെറുതോണി ടൗൺ ആൻഡ് ഓൾസോ 7 minutes ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂ മെഡിക്കൽ കോളേജ് അക്കാഡമിക് ബ്ലോക്ക്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ മെസ് ഹോൾ. മെസ് ഹോൾ ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലാണ് ബേസിക്കലി ഫസ്റ്റ് ഇയേഴ്സിന്റെ റൂംസ് ഒക്കെ വരുന്നത്. We also have got a reading room and a recreation hall. ആൻഡ് വൈകിട്ട് ടേബിൾ ടെന്നീസും ക്യാരംസും ചെസ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ റൂം. ഞങ്ങൾ മൂവ് ചെയ്തപ്പോൾ ഷിഫ്റ്റ് ചെയ്ത ടൈമിൽ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. 3 പേരാണ് എൻ്റെ റൂമിലുള്ളത് ആൻഡ് ഇറ്റ് ഈസ് വെരി സ്പേഷ്യസ് ഫോർ 3 of us. ചില റൂംസിൽ 4 ആയിരിക്കും. 4 ആണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് തന്നെയാണ് റൂമൊക്കെ. ആൻഡ് ഈ ഹോസ്റ്റലിൽ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ലീഷർ ടൈമിൽ ഞങ്ങൾ ഇതുപോലെ വന്ന് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കും. ആൻഡ് ദിസ് ഈസ് മൈ പാർട്ട് ഓഫ് ദി റൂം. ഞാനിവിടെ ഇരുന്നാണ് പഠിക്കുന്നതും ആൻഡ് എഡിറ്റൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെ ഈ ടേബിളിൽ ഇരുന്നിട്ടാണ്. ആൻഡ് എനിക്ക് ഭയങ്കര കോസി ആയിട്ട് തോന്നുന്ന ഒരു സ്പേസ് ആണ് ഈ ഹോസ്റ്റലിൽ. ദാറ്റ് ഈസ് മൈ റൂം. പിന്നെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.